ഹിസ്റ്ററി ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഹാജിമാർ ഇന്ന് മദീന സിയാറയിലാണ്. അവർ ഉഹുദ് യുദ്ധം നടന്ന ആ താഴ്വരയിലാണ് ആദ്യത്തെ സന്ദർശനം. ഈ കാണുന്നതാണ് ഉഹുദ് മല എന്ന് പറയുന്നത്. ഇതാണ് ഉഹുദ് രക്തസാക്ഷികളുടെ മക്ബറ. ഈ കെട്ടിനുള്ളിലാണ്. ആ യുദ്ധത്തിൽ 50 പേരോട് അമ്പെയ്ത്തുകാരോട് ഒരു കുന്നിന് മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞ ആ കുന്നിൻ ചെരുവാണ് ഈ കാണുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉഹുദിൽ ഇപ്പോൾ സൗദി ഗവൺമെൻറ് പുതിയ വലിയ ഒരു മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മുടെ ഗ്രൂപ്പിൻ്റെ അമീർ ബഹുമാനപ്പെട്ട ടി അബ്ദുറഹ്മാൻ ബാക്കവി അവർകൾ നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇത് ചരിത്രം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ബദറിൽ യുദ്ധം ചെയ്ത് വിജയിച്ചു. ബദർ നമ്മൾ കണ്ടല്ലോ അല്ലേ? 14 രക്തസാക്ഷികൾ അവിടെ ഉണ്ടായി. 70 പേരെ പിടിച്ചു കെട്ടി. 2 പേര് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള ആളുകളെ രക്തസാക്ഷികൾ പുതിയ ഭാവിയും മറ്റൊക്കെ വിട്ട്. ഏതായിരുന്നാലും ശത്രുക്കളുടെ നേതാക്കളൊക്കെ കൊല്ലപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമായിരുന്നു. അത് പറയുന്നത്, ഞാൻ സത്യത്തെ സ്ഥിരപ്പെടുത്താനും അവിശ്വാസികളുടെ അടിവേററുക്കാനും ഉദ്ദേശിച്ചു എന്നാണ്. അപ്പോൾ അള്ളാഹു അറിഞ്ഞുകൊണ്ട് നടപ്പാക്കിയ ഒരു സംഗതിയാണ്. വൈദ്യാദിക്കുമുള്ളാഹു ഹിദത്തായിപ്പത്തേനി എണ്ണഹാലക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല പറയുന്നുണ്ട്, 2-1, അതായത് ബൈറയോ നഫീറയോ. ബദറിൽ സംഭവിച്ച കാര്യം പറയുന്നത്. ബൈറ എന്ന് പറഞ്ഞാൽ ഒട്ടക സംഘമാണ്, നഫീറ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ആണ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉദ്ദേശം, നിങ്ങൾ തിരഞ്ഞെടുത്തത് എളുപ്പമുള്ളതാണ്, എൻ്റെ ഉദ്ദേശം ശത്രുക്കളുടെ അടിവേരറുക്കലായിരുന്നു. അതുകൊണ്ട് ഞാനത് നടപ്പാക്കിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തുൽ അംഫാലിൽ ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ 2 കൂട്ടരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൂട്ടത്തെ അത് പിന്നെ ചെറുതായി ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തു. ശത്രുക്കൾ ചെറുതാണെന്ന് മുസ്ലിമുകൾക്കും കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് തമ്മിലൊന്ന് അടുപ്പിക്കുകയും അത് കൃത്യമായിട്ട് പറയും. അപ്പോൾ അങ്ങനെ നടന്ന ആ സംഭവത്തിൽ ഭയങ്കരമായ നമ്മൾ മക്ബറയിലേക്ക് ഒന്നുകൂടി അതിൻ്റെ ഉൾഭാഗം ഒന്നുകൂടി കാണിക്കുകയാണ്. ഇതാണ് ഉഹുദ് മല. അത്യാവശ്യം വലിയ മലയാണ്. ഇതാണ് ഉഹുദ് ശുഹദാക്കളുടെ ഖബർസ്ഥാൻ. ഇതാണ് സെൻറ്ററിൽ നിങ്ങൾ കാണുന്നുണ്ടാകും. പിന്നെ അപ്പുറത്ത് ഒരു കെട്ടുണ്ട്, അതേപോലെ തന്നെ ഉണ്ട്. ഇതാണ് ആ കെട്ട്. ഇതിലാണ് ഉഹുദ് രക്തസാക്ഷികളെ മറവ് ചെയ്തിട്ടുള്ളത്.